പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെട്ട് ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവജന ചിന്തയ്ക്കായി ഒരു ദൈവവചനം ഭാഗം വായിക്കുന്നു. 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം. 119 സങ്കീർത്തനം അതിന്റെ 18 വാക്യം. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് ദൈവം നൽകിയിരിക്കുന്ന 119 സങ്കീർത്തനം ഏകദേശം 175 വാക്യങ്ങൾ വളരെ ആസ്വാദ്യകരമായ, രുചികരമായ, മനസ്സമാധാനത്തിന്, ആശ്വാസത്തിന്, ഹൃദയ ശുദ്ധീകരണത്തിന്, ജീവിത ശുദ്ധീകരണത്തിന്, കണ്ണുകൾക്ക് വെളിച്ചം പകരുവാൻ, വിശ്വാസത്തിന്റെ ഉറവിടമായി, എപ്പോഴും യഹോവ നല്ലവന് രുചിച്ചറിയുവാൻ, വചനം നാവുകൾക്ക് മധുരമായി, തേനിനേക്കാൾ മധുരമായി തീരുവാൻ വേണ്ടി, ആസ്വദിച്ച് രുചിച്ചറിയുവാൻ വേണ്ടി എഴുതി തന്നിരിക്കുന്ന വചനമാണ് 119 സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിനകത്ത് അതിശ്രേഷ്ഠമായൊരു വചനമാണ്, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എന്റെ കണ്ണുകളെ തുറക്കണമേ. നമ്മുടെ കണ്ണുകൾ തുറക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ കണ്ണുകൾക്ക് വെളിച്ചമില്ലെങ്കിൽ, കണ്ണുകൾക്ക് പ്രകാശമില്ലെങ്കിൽ നാം കുഴിയിൽ വീഴാൻ സാധ്യതയുണ്ട്, അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അനർത്ഥങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വഴി നേരെ യാത്ര ചെയ്യാൻ കഴിയുള്ളൂ, നേരായ പാതയിലൂടെ ചൊവ്വയുള്ള വഴി നടക്കാൻ കഴിയുള്ളൂ. കണ്ണുകൾക്ക് പ്രകാശമില്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടം സഹിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ പുറമേയുള്ള കണ്ണുകൾക്ക് വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ചൊവ്വയുള്ള വഴിയിൽ നിന്ന് നടന്ന് അപകടങ്ങൾ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് പോലെ തന്നെ നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ എന്തുണ്ട്? അത്ഭുതങ്ങളുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഈ വാക്യങ്ങളിൽ സ്വർഗീയ ദാനങ്ങൾക്കായി സങ്കീർത്തനക്കാരൻ അഭിലാഷിക്കുന്നതായി കാണുക. ദൈവിക ശുശ്രൂഷകൾക്കായി സമൃദ്ധിയായ ജീവൻ ലഭ്യമാകണമെന്ന് 17 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തുടർന്ന് 18 വാക്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം വേണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രൈസിനെ, നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇരുളാണ്. സ്തോത്രം. ഇന്ന് ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളുടെ പറഞ്ഞിട്ട്, നിന്റെ കണ്ണുകൾക്ക് പ്രകാശമില്ലാത്തത് കൊണ്ടാണ് നീ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. നിന്റെ കണ്ണുകൾക്ക് പ്രകാശം ലഭ്യമല്ലാത്തതുകൊണ്ടാണ് നീ അനർത്ഥത്തിൽ ചാടുന്നത്. നിന്റെ കണ്ണുകൾക്ക് പ്രകാശമില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ നിനക്ക് വേണ്ട വിധത്തിൽ ഉയരുവാൻ കഴിയാതെ നീ തളർന്നു പോകാൻ കാരണം നിന്റെ കണ്ണുകൾക്ക് പ്രകാശം കിട്ടാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഈ ദൈവത്തിനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശമേകാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ പിറവിലെ കുരുടനായിരുന്ന വ്യർത്ഥമായിക്ക് സൗഖ്യം കൊടുക്കുവാൻ, കുരുടന് കാഴ്ച കൊടുക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. യേശുക്രിസ്തു ഭൂമിയിൽ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന മുമ്പ് തന്നെ വ്യർത്ഥമായി കുരുടനാണ്. അന്ന് അനവധി മതങ്ങളും മത നേതാക്കന്മാരും ആ കാലഘട്ടത്തിലെ ആ സാഹചര്യത്തിനനുസരിച്ചുണ്ട്. അവർക്കാർക്കും വ്യർത്ഥമായുടെ കണ്ണുകൾ തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ യേശു ഭൂമിയിൽ വന്നതിന് ശുശ്രൂഷ ആരംഭിച്ചപ്പോഴാണ് വ്യർത്ഥമായുടെ കണ്ണുകൾ തുറന്നതും അവൻ ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശുവിനെ തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിഞ്ഞതും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ന്യായപ്രമാണത്തിന് അത്ഭുതങ്ങൾ പറയുമ്പോൾ ന്യായപ്രമാണത്തിനകത്തും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് യേശു ക്രിസ്തു തന്നെ ഒരു അത്ഭുതമാണ്. അവൻ അത്ഭുതം അറിയാം, രക്തം ചെയ്യും. അപ്പൊ നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിലേ നമുക്ക് യേശുവിനെ കാണാൻ കഴിയുള്ളൂ. പലർക്കും യേശുവിനെ അറിയാം, പലർക്കും യേശുവിനെ അറിയാം. പല ക്രൈസ്തവ ഭവനങ്ങളിൽ ചെന്നാലും യേശു ക്രിസ്തുവിന്റെ ഫോട്ടോ കാണാൻ കഴിയും. പണ്ട് മൈക്കിൾ ആഞ്ചോ എന്ന് പറയുന്ന കലാകാരൻ തന്റെ ഭാവനയിൽ വരച്ച അല്ലെങ്കിൽ ഒരു പടം, പ്രൈസ് ദി ലോർഡ്. ഇല്ലെങ്കിൽ ജീസസ് സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അതിനകത്ത് അഭിനയിച്ച ആ വ്യക്തിയുടെ ആ ഫോട്ടോ എടുത്ത് യേശുക്രിസ്തുവിന്റെ രൂപമായിട്ട് യേശുക്രിസ്തു ഫോട്ടോ അന്ന് എല്ലാ കുടുംബങ്ങളും പ്രകാശിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ യേശുവിനെ അറിയാം എന്നിവർ പറയുന്നെങ്കിലും ന്യായപ്രമാണത്തിനകത്ത്, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത്, സത്യവേദ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിറഞ്ഞു നിൽക്കുന്ന, പഴയ നിയമത്തിലെ നിഴലായി പുതിയ നിയമത്തിൽ പൊരുളായി നിറഞ്ഞു നിൽക്കുന്ന, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ്
ആമീൻ. മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരമായി സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് മഗ്ദലക്കാരത്തി മറിയയ്ക്ക് എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്കും 11 520 പേർക്കും ആമീൻ പ്രത്യക്ഷമായി 40 നാളുകൾ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായി അവർക്ക് ആലോചന നിയോഗം കൊടുത്ത് ഹല്ലേലൂയ. അവസാനം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ വീണ്ടും മടങ്ങി വരുമെന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിനെ ആമേൻ നിങ്ങൾ കാണണമെങ്കിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക തന്നെ വേണം. പ്രൈസ് ദി ലോർഡ്. അപ്പം വേദപുസ്തകത്തിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ യേശുവാണ്. അപ്പൊ എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ യേശുവിനെ പലർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് എല്ലാവരും അറിയാമെന്ന് പറഞ്ഞാലും അറിയാത്തതിന്റെ പിന്നാലെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ നിന്റെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്നവർ സ്നേഹിക്കുന്ന യേശുവിനെ നിന്റെ കൺമുമ്പിൽ നീ കൺകുളിർക്കെ കണ്ടാൽ ആസ്വാദികരമായി ആസ്വദിച്ചറിയത്തക്ക നിലയിൽ യഹോവ നല്ലവൻ രുചിച്ചറിയത്തക്ക നിലയിൽ നിന്റെ കണ്ണുകൾ തുറക്കുന്നെങ്കിൽ നിന്റെ ജീവിത ഭാരങ്ങളും പ്രയാസങ്ങളും പാപങ്ങളും ശാപങ്ങളും എല്ലാം മാറി നീ അനുഭവിക്കുന്ന കഷ്ടനഷ്ട വേദന ദുഃഖ സങ്കടങ്ങളുടെ നടുവിൽ നിന്ന് ആശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരാൻ ശക്തനാണെന്ന് ഇന്ന് പകൽ ശക്തമായി ചില ദൂതുകൾ ചില കുടുംബങ്ങളോട് ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് കൈമാറുകയാണ്. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഭയങ്കര ഇരുളാണ്. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചമുണ്ടെന്ന്. അത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിച്ചമുണ്ട്. ഞാനത് സമ്മതിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ വെളിച്ചമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. ഞാൻ ഇരുട്ടത്തൊന്ന് പ്രസംഗിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയത്തില്ല. അതുപോലെ നിങ്ങളുടെ ഭവനത്തിൽ എല്ലാം വെളിച്ചമുണ്ട്. അത് എന്ത് വെളിച്ചമാണ്? ലോകത്തിൽ നിന്ന് നിർമ്മിതമായ ലോകം നിർമ്മിച്ചെടുത്ത ഇവിടുത്തെ വൈദ്യുതിയുടെ വെളിച്ചമായിരിക്കാം, അല്ലെങ്കിൽ വിളക്ക് വെട്ടമായിരിക്കാം, മെഴുതിരി വെട്ടമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കൃത്യമായി വെളിച്ചമുണ്ടാക്കിയതായിരിക്കാം. എങ്ങനെയായിരുന്നാലും ആ വെളിച്ചം കൊണ്ട് ക്രിസ്തുവിനെ കാണാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ ആ വെളിച്ചത്തിന്റെ കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റുവാനും കഴിയത്തില്ല. അത് കേട്ടുകയും വരികയും പോവുകയും ചെയ്യുന്ന വെളിച്ചമാണ്. കാറ്റ് വന്നാൽ കെട്ടുപോകും. വൈദ്യുതിയുടെ വെളിച്ചം അത് സ്വിച്ച് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ അവർ ഓഫ് ചെയ്താൽ നിന്നു പോകും, അല്ലെങ്കിൽ ഏത് സമയത്ത് നിലയ്ക്കാം. എന്നാൽ ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വെളിച്ചം നിന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടാ വെളിച്ചം നിന്റെ ഭവനത്തിനകത്തും പ്രകാശിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് പിന്നെ ഒരിക്കലും ഇരുളിന്റെ ശക്തി കയറത്തില്ല. സ്തോത്രം. ഇന്ന് പല കുടുംബങ്ങളിലും ഇരുളിന്റെ വ്യാപാരമാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ദൈവത്തിന് നാം ചെറുപ്രായം തൊട്ട് തന്നെ ദൈവവചനം വായിക്കുന്നതിലും പഠിക്കുന്നതിലും ധ്യാനിക്കുന്നതിലും നമ്മൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം. ഹല്ലേലൂയ. ഭവനത്തിനകത്തും നമ്മുടെ മക്കളെ, കൊച്ചുമക്കളെ, മരുമക്കളെയൊക്കെ ദൈവവചനം വായിക്കുവാനും പഠിപ്പിക്കുവാനും കേൾപ്പിക്കുവാനും അതിൽ നിന്ന് അവരെ പ്രബോധിപ്പിക്കുവാനും നാം പഠിപ്പിക്കുന്നതോറും നമ്മുടെ മക്കളുടെ കണ്ണുകൾ പ്രകാശത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവവചനം വായിക്കുന്നവന്റെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. ദൈവവചനം വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം വേണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ബൈബിൾ വായിക്കുന്നുണ്ട്. ബൈബിൾ വായിക്കാത്തവരാരുമില്ല. അനവധി മഹാന്മാരും ദൈവവചനം വായിച്ചവരാ. പക്ഷെ ദൈവവചനം വായിച്ചത് കൊണ്ടായില്ല ശ്രോതാവേ അതിനകത്തെ അത്ഭുതം എന്താണെന്ന് നീ തിരിച്ചറിയണം. ചിലരൊക്കെ പറയുന്നത് ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ ഞാൻ കറിയാൻ പസ എന്നൊക്കെ എന്നോട് പലരും പറയും. ഞാൻ എന്താ ന്യായപ്രമാണത്തെ അത്ഭുതങ്ങൾ? അവരൊരു കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതങ്ങൾ അടയാളമായി ആരംഭമായി പ്രവർത്തിച്ചു. ശരിയാണെന്നേ. ആമേ സ്തോത്രം. അല്ലെങ്കിൽ ബെഥസ്ദ കുളക്കരയിൽ കിടന്ന മനുഷ്യന് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. ആമേ ഗന്നസരേത്ത് തടാകം മീൻ പിടിച്ചവരുടെ ശൂന്യതയെ ദൈവം മാറ്റിക്കൊടുത്തു. ഉടനെ കാഴ്ച കൊടുത്ത്, ചികറിന് കേൾവി കൊടുത്തു, മുടന്തനെ നടത്തി, പക്ഷപാതക്കാരന് വിടുതൽ കൊടുത്തു, മരിച്ചവർക്ക് ജീവൻ നൽകി എന്നൊക്കെ. അതൊക്കെ അത്ഭുതം തന്നെയാണ്. ന്യായപ്രമാണ അത്ഭുതങ്ങളായിരുന്നു. പക്ഷെ ഈ ന്യായപ്രമാണത്തിനകത്ത് ഈ അത്ഭുതങ്ങളൊക്കെ നടന്നപ്പോൾ ഈ അത്ഭുതത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. ഈ അത്ഭുതങ്ങളൊക്കെ നടക്കാൻ കാരണം ന്യായപ്രമാണത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. അപ്പൊ യേശു കർത്താവിന്റെ അത്ഭുതമാണ്. ആ ന്യായപ്രമാണം അത്ഭുതമായി നിറഞ്ഞ യേശുവാണ് മറ്റുള്ളവർക്കെല്ലാം വെളിച്ചം പകർന്നത്. ഹല്ലേലൂയ. ആമേൻ. ഗദരദേശത്തെ ഭൂതഗ്രസ്തന് കല്ലറകളെ കുറിച്ചും അവിടുത്തെ രീതികളെ കുറിച്ചും അതിന്റെ സാഹചര്യങ്ങളെ കുറിച്ചും അവന് സുബോധമില്ല. അവന്റെ കണ്ണുകൾക്ക് വെളിച്ചമില്ലാതെ അവൻ ചങ്ങല പൊട്ടിച്ചു, ഉരുമി മലരിയ മുറിച്ചും ഒക്കെ അവൻ കല്ലുകൊണ്ട് ഇടിച്ചും ചതച്ചും തന്നെത്താൻ നിലവിളിച്ചു ആ നാട്ടിലെ ജനങ്ങൾക്ക് ആമേൻ ഒരു സമാധാനം കൊടുക്കാതെ ജീവിച്ചവനാ.
എന്നാൽ യേശു ഗദരദേശത്തെത്തി. ആ ഗദരദേശത്തുള്ള ഭൂതകസന്റെ മേലുള്ള ഭൂതത്തെ ശാസിച്ച ഭൂതങ്ങളെല്ലാം കൂടെ പന്നികളുടെ മേൽ കയറി പന്നിയെല്ലാം കൂടെ കടുത്തൂക്കത്തോട് കടലിൽ വീർപ്പോണ്ട് ചത്ത് അതിനെ എന്നേക്കുമായി തുടച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ ഈ ഗദരദേശം മനുഷ്യന്റെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. ആ കണ്ണുകൾ കൊണ്ട് അവൻ ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശുവിനെ കണ്ടു. എന്നെ കേൾക്കുന്ന മാതാവേ പിതാ, നിന്റെ മക്കൾ ഭൂതബന്ധനത്താൽ, രോഗബന്ധനത്താൽ, പൈശാചിക ബന്ധനത്താൽ നിറയപ്പെട്ട് നിന്റെ മക്കൾക്കൊരു വിടുതലില്ലാതെ ഈ പല വഴികൾ കയറിയിറങ്ങി മന്ത്രവാദം ചെയ്ത് പൂജകൾ ചെയ്തും കർമ്മങ്ങൾ ചെയ്തും പലവിധ നേർച്ചകളും വഴിപാടുകളും നടത്തി നിന്റെ മക്കൾക്ക് ഇന്നൊരു വിടുതല, നിനക്ക് ഇന്നൊരു വിടുതൽ. ഇന്ന് നീ ബന്ധനത്തിന് നിലയിലാണ്, ഈ ഭൂതമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്ന ദൂത്, ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശുവിന്റെ സന്നിധിയിലേക്ക് നീ വരുന്നെങ്കിൽ ഹല്ലേലൂയ, യേശു നിന്റെ ജീവിതത്തിന്റെ ബന്ധനത്തെ മാറ്റിത്തരും. രക്തം ചെയ്യും. വിശ്വസിന് സ്തോത്രം ചെയ്താണ്. നിങ്ങൾ സത്യവേദ പുസ്തകം വായിച്ചു നോക്കിയാട്ട് അവിടെ കാണാം യേശു എന്ന അത്ഭുതത്തെ. അപ്പോൾ ന്യായപ്രമാണത്തെ അത്ഭുതങ്ങളെ കുറിച്ച് എല്ലാവരും പറയും വാദവരാതെ, പക്ഷേ ന്യായപ്രമാണത്തിലെ സത്യവേദ പുസ്തകം നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതം എന്ന് പറയുക യേശുവാണ്. യേശുക്രിസ്തു അത്ഭുതമായതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് തന്നെ. അല്ലെങ്കിൽ യേശു അത്ഭുതമല്ലായിരുന്നെങ്കിൽ ഈ പ്രഭാതത്തിൽ നിന്ന് കണ്ണു ചുമ്പി എഴുന്നേൽക്കില്ലായിരുന്നു. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന പലരും ഈ പ്രഭാതത്തിലില്ല. കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന പലരും മെഡിക്കൽ കോളേജിലും മറ്റു ഹോസ്പിറ്റലിൽ ചെന്ന് പറ്റി പലരും ഐസിയുവിലാണ്. ഹല്ലേലൂയ. പലരും ഭാരപ്പെടുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ എന്നെ ഒരു സഹോദരൻ അല്ലെങ്കിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് വിളിച്ചു. ഹല്ലേലൂയ. അമല മെഡിക്കൽ കോളേജിൽ നിന്ന്. അപ്പൊ ഞാൻ വിളിക്കട്ടെ എന്റെ പാസേ, അമ്മയ്ക്ക് 3 ബ്ലോക്കാണ്. അല്ലെങ്കിൽ 3 ബ്ലോക്കാണ്. അത് ബൈപ്പാസ് സർജറി ചെയ്യണം. അല്ലെങ്കിൽ അമ്മയ്ക്ക് ചെറിയ പ്രായമാണ്. അതുകൊണ്ട് ഡോക്ടർമാർ ഈ ചെറിയ പ്രായത്തിൽ ബൈപ്പാസ് സർജറി ചെയ്ത് അതിന്റെ ഭവിഷ്യത്തുകൾ പിന്നോട്ട് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ നിങ്ങളാണ് എന്ത് മറുപടി? ഞാൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ആ സഹോദരൻ ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ അവദേവൻ പറഞ്ഞു, അതെ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അമ്മയ്ക്ക് ബൈപ്പാസ് ശസ്ത്രക്രിയ ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരുന്ന് കൊടുത്ത് കുറച്ചു കാലം കൊണ്ട് പോകാം. കാരണം അമ്മയ്ക്ക് ചെറുപ്രായം ഇപ്പോഴേ ബൈപ്പാസ് ഒക്കെ ചെയ്ത് അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അദ്ദേഹത്തിന് മാതാവിനോട് മാതാവ് ചെയ്തു. അത് കേട്ടു. ഹല്ലേലൂയ. അതെ, ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശു നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ നിന്റെ രോഗത്തെ ദൈവം മാറ്റി, നിന്റെ ബൈപ്പാസ് ശസ്ത്രക്രിയയെ പോലും ദൈവം മാറ്റിത്തരും. ഹല്ലേലൂയ. ദൈവം നിന്റെ ഒരു കൂടാരമായി നിർമ്മിച്ചതാ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-7 വാക്യം വായിക്കും. നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യൻ സൃഷ്ടിച്ചവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയെ ഒരു കൂടാരമായിട്ടാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. ആ കൂടാരത്തിനകത്ത് വസിക്കുന്ന കൂടാരത്തിനകത്തുള്ളത് ദൈവത്തിന്റെ ശ്വാസം. സൃഷ്ടി തന്നെ ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് മനുഷ്യന്റെ ഉള്ളിൽ. ഹല്ലേലൂയ. അതിനെ നിനക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നീ ലോകപ്രകാരം ജീവിച്ചും ലോകപ്രകാരം നഷ്ടപ്പെട്ടു പോയതും. ആ കൂടാരമായി സൃഷ്ടിച്ച നിന്റെ ശരീരത്തെ വെട്ടിമുറിക്കുകയും കീറിമുറിക്കാൻ ദൈവം അനുവദിക്കാതെ നിന്റെ ശരീരത്തിന് സൗഖ്യം തരാൻ ദൈവത്തിന് കഴിയും. ഗിലെയാദിന്റെ വൈദ്യനായിരിക്കുന്ന യേശു നിനക്ക് സൗഖ്യദായകനാണ്. പ്രൈസറോ. അപ്പൊ നമ്മുടെ യേശുവിനെ നമ്മൾ അനുഗമിക്കണം. അപ്പൊ നിങ്ങൾ ചെറുപ്രായം നിങ്ങൾ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. അപ്പം ബൈബിൾ വായിക്കുന്നതിനകത്ത് ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാവരും ബൈബിൾ വായിക്കുന്നവരാണ്. എല്ലാവരും ബൈബിൾ വായിച്ചാലും ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അതിനകത്തെ പൊരുളുകൾ മനസ്സിലാകണമെന്നില്ല. അത് വ്യാഖ്യാനിക്കാൻ പഠിക്കണമെന്നില്ല. ആ വചനത്തിനകത്ത് പറഞ്ഞൊരു സത്യം എന്താണെന്ന് അറിയണമെന്നില്ല. പലരും വായിച്ചുവിടും കഥപുസ്തകം പോലെ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ നീ ആത്മാവിൽ നിറഞ്ഞിരുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ പ്രാർത്ഥനയോടെയാണ് ദൈവവചനം വായിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിനക്ക് ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ വെളിപ്പെടുത്തി തരും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ കത്തോലിക്ക വിഭാഗക്കാരെ നിങ്ങൾക്ക് അറിയത്തില്ല. ഞാനും കത്തോലിക്കനായിരുന്നു. ഞാനെന്നും പറയാറുണ്ട്, നിങ്ങളെ ഓർപ്പിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് വിദ്വേഷം തോന്നരുത്. എനിക്ക് തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കാരണം എൻ്റെ അനുഭവം അങ്ങ് പറയണമല്ലോ. അവർ ബൈബിളെല്ലാം പുസ്തകം പോലെ എഴുതി തീർക്കുന്നേ. ഞാൻ നിങ്ങൾ എന്തിനാ ഇത്? അത് ഞങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ബൈബിൾ മുഴുവൻ അത് തീരാനായി പാസ്സായി. പക്ഷേ എല്ലാം മനസ്സിലായി എഴുതിക്കോളാൻ പറഞ്ഞു. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന കഥ എന്താ? യോസേപ്പിന്റെ കഥ പറയും. യോസേപ്പ് ഓടി എന്ന് പറയും. അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറഞ്ഞാൽ യോസേപ്പ് ഓടി എന്നേ പറയത്തുള്ളൂ. അവരെ രസിപ്പിച്ചതാണ്. ഇല്ലേ? പക്ഷെ അതിന്റെ വിശുദ്ധി അവർക്ക് മനസ്സിലായില്ല.
യോസേപ്പ് ഓടി, യോസേപ്പിന്റെ പാപം, യോസേപ്പിനെ വശീകരിക്കാൻ പോത്തവന്മാരെ ശ്രമിച്ചു. യോസേപ്പ് തുണിയിട്ട് ചൂടിയ കാര്യം അവർ പറയും, വലിയ അവരത് സന്തോഷിക്കും. പക്ഷേ ആത്മീയ മർമ്മം പറയാൻ അറിയത്തില്ല സഹോദരൻ. അതുകൊണ്ട് പുറത്തെ കണ്ടുകൊണ്ട് ഇത് വായിച്ച് മനസ്സിലാകത്തില്ല. ആത്മീയ കണ്ണുകൾ പ്രകാശിക്കണം. അല്ലെങ്കിൽ ആത്മീയ കണ്ണുകൾ പ്രകാശിച്ചെങ്കിൽ മാത്രമേ വേദപുസ്തക സത്യത്തെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ വായിച്ചു വിടാം എന്ന് മാത്രം. അല്ലെങ്കിൽ അപ്പൊ നിങ്ങൾ പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവോടും കൂടെ ചേർന്നിരുന്ന് ദൈവത്തിന് വചനം വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലേലൂയ. വേദപുസ്തകം അടങ്ങിയ രഹസ്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഈ ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞതും സംഭവിക്കാൻ പോകുന്നതും ഇനി മേലാൽ സംഭവിക്കേണ്ടതുമായിരിക്കുന്ന സകലതും എഴുതി വെച്ചിരിക്കുന്നത് ഈ പുസ്തകത്തിലാണ് എന്ന് പറഞ്ഞ ഭൂതകാലത്തെക്കുറിച്ചും ഈ വർത്തമാനകാലത്തെക്കുറിച്ചും ഭാവി കാലത്തെക്കുറിച്ചും എന്തെല്ലാം ഇവിടെ സംഭവിക്കണമെന്നുള്ളതൊക്കെ നമ്മളിവിടെ ഈ വേദപുസ്തകത്തിൽ കാണാൻ കഴിയുമെന്നേ. അല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം ഈ നടക്കുന്ന യുദ്ധങ്ങൾ, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളും ഒന്നടക്കം എഴുന്നേറ്റ് ഇസ്രായേലിനെ പടപൊരുന്നുമ്പോൾ ഈ രഹസ്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് കാണുന്ന ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും സുനാമികളും അല്ലെങ്കിൽ മലയിടിച്ചുകളും ഉരുൾപൊട്ടലുകളും പോലെ കാറ്റും കൊടുങ്കാറ്റും പേമാരി അത്ഭുതവും മഹാവ്യാധികളും ക്ഷാമങ്ങളും പട്ടണങ്ങളും പട്ടിണികളും അല്ലെങ്കിൽ പട്ടിണികളും എല്ലാം ദുരിതം അനുഭവിക്കുമ്പോൾ പട്ടണങ്ങളെല്ലാം ഇടിഞ്ഞു വീഴുന്നു, മലകളെല്ലാം ഇടിഞ്ഞു വീഴുന്നു, മനുഷ്യൻ നിർച്ചുവന്മാരായി മാറുന്ന ഒരു കാലഘട്ടമുണ്ടെന്ന് ഈ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ വായിച്ചു പഠിക്കണം. ഇപ്പൊ ഈ ലോകത്തിന്റെ അവസാനത്തെക്കുറിച്ചുള്ള ഈ ലോകം അവസാനിക്കാറ എന്നെല്ലാവരും പറയും. എന്താ ലോകം അവസാനിക്കുക പറഞ്ഞത്? നീ മറ്റും പറയുന്ന ലോകം അവസാനിക്കല്ലേ? എന്നെക്കൊക്കെ നീ പറയുന്ന പോലെ ലോകം, നീ പറയുമ്പോൾ അവസാനിക്കുക, നീ പറയുമ്പോൾ സൃഷ്ടിക്കുന്നു അല്ല ലോകം. ഇതിന് സൃഷ്ടാവുണ്ട്. അദ്ദേഹം പറയും ലോകത്തിന്റെ അവസാനം എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം ഒന്നുകൊണ്ട് വായിച്ചു നോക്ക്. മർക്കോസ് സുവിശേഷം 13-ാം കർത്താവിനോട് ശിഷ്യന്മാർ അത് എപ്പോൾ സംഭവിക്കുക എന്ന് യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കും. യേശു പറഞ്ഞു കൊടുത്ത മറുപടിയുണ്ട്. അല്ല അവസാനിക്കുക നിങ്ങൾ 2000 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണല്ലോ ലോകം അവസാനിക്കുന്നത്. ഇന്നുവരെ അവസാനിച്ചില്ലല്ലോ. നിങ്ങൾക്ക് പ്രാർത്ഥനയും പരിശുദ്ധാത്മാവും ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. എന്നാൽ പ്രാർത്ഥനയോടും പരിശുദ്ധാത്മാവോടും ഞങ്ങൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ ദൈവത്തിന് വായിച്ചു കേട്ട് പഠിച്ച് ഞങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അതിനോട് ഉൾക്കൊള്ളാൻ പറ്റത്തുണ്ട്. സത്യം വിളിച്ചു പറയും, സത്യം തന്നെ അനുസരിക്കണം കേട്ടോ. അല്ലേ? അപ്പൊ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണും, അതിനകത്തെ വെളിപ്പാടുകൾ കാണണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണം. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെടണമെന്നാണ് വചനം പറയുന്നത്. അപ്പൊ ഏതോ കടമയ്ക്ക് വേണ്ടി വേദപുസ്തകം വായിക്കാതെ ദൈവസ്നേഹത്വം നിറഞ്ഞ് വേദപുസ്തകത്തിനകത്ത് നൽകി തന്നിരിക്കുന്ന രഹസ്യങ്ങളെ പരിശുദ്ധാത്മാവോട് ചേർന്നിരുന്ന് പരിശുദ്ധാത്മാവോട് ഇഴുകിച്ചേർന്ന് നിങ്ങൾ വായിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ എഫേസ്യ ലേഖനമൊക്കെ വായിക്കുക. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കാൻ പറയുക. ദൈവിക ജ്ഞാനം കിട്ടാൻ വേണ്ടി, ദൈവിക വെളിച്ചം കിട്ടാൻ വേണ്ടി, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടിയിട്ട് വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയെടുക്കും, വചനത്തിന്റെ പൊരുൾ തിരിച്ചെടുക്കാൻ വേണ്ടി, വചനത്തിലെ സത്യം കാണാൻ വേണ്ടിയിട്ട് ഒരു ദൈവികമായ ജ്ഞാനം നിനക്ക് വേണമെങ്കിൽ നീ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് പറയുക. പൗലോസ് എന്താണ് പറഞ്ഞത്? എഫേസ്യ ലേഖനം 1:10 ആദുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്താ ഇവിടെ പറയുന്നതാണ്? സ്തോത്രം ഹല്ലേലൂയ. സ്തോത്രം ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടത് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാൽ ആശ ഇന്നതെന്നും ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നത് ഓരോ പറയുക. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവികമായ ജ്ഞാനം കിട്ടത്തുള്ളൂ. ദൈവികമായ ജ്ഞാനത്തിനാണ്
ആമി ശ്രേഷ്ഠതകളില്ല. ഭൂമി മനുഷ്യർക്കെല്ലാം ജ്ഞാനമുണ്ട്. അല്ലെലിയ. ജ്ഞാനമുള്ളതുകൊണ്ടാണല്ലോ മനുഷ്യൻ പലതും കണ്ടുപിടിക്കുന്നത്. ആ ജ്ഞാനം പകർന്നു കൊടുത്തത് യേശുവാണെന്ന് അവരറിയുന്നില്ല. അല്ലെലിയ. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും സകല കണ്ടുപിടുത്തങ്ങളും സകലവും പുതിയതായി നിർമ്മിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതെല്ലാം ദൈവം അവർക്ക് പിന്നിൽ അവർക്ക് കൊടുത്ത ജ്ഞാനമാണ്. പക്ഷെ എന്നിട്ടും അവർക്ക് ദൈവത്തെ അറിയാൻ കഴിയുന്നില്ല. അല്ലേ? ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ കഴിയുള്ളൂ. അല്ലേലിയ. നിന്റെ ഹൃദയദൃഷ്ടി എപ്പോൾ പ്രകാശിക്കുന്നോ അതിനോടുകൂടി നിന്റെ ഭവനത്തിന്റെ അകത്ത് ശൂന്യത മാറുകയാണ്, നിന്റെ ജീവിതത്തിന്റെ ശൂന്യത മാറുകയാണ്, നിന്റെ കഷ്ടങ്ങൾക്ക്, നിന്റെ പ്രതിസന്ധികൾക്ക്, പ്രതികൂലങ്ങൾക്കെല്ലാം മാറ്റം വരികയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, നിന്റെ കുടുംബത്തിനകത്ത് എന്തെങ്കിലും സന്തോഷിപ്പാൻ നിനക്ക് കഴിയുന്നുണ്ടോ സഹോദരി സഹോദര? എന്നെ കേൾക്കുന്ന ശ്രോതാവ്, എന്തെങ്കിലുമൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? പലവിധമായ വിചാരങ്ങളും ചിന്തകളും നിന്നെ അലട്ടുന്നില്ലേ? രാത്രിയുടെ ഏകാന്തതയിൽ, രാത്രിയുടെ വിചലതയിൽ, രാത്രിയുടെ ഇരുളിന്റെ അനുഭവത്തിൽ നീ കണ്ണടയ്ക്കാൻ പോകുമ്പോൾ നിന്റെ കൺപോളകൾ കൂട്ടി അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്ന, അവനെ ഭയപ്പെടുത്തുന്ന അനവധി ചിന്തകൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് തിരിഞ്ഞും മറിഞ്ഞ് നീ ഉറക്കമില്ലാത്ത രാത്രികൾ എത്ര നിന്റെ ജീവിതത്തിൽ കടന്നുപോയി. ലേലിയ. നീ എന്തെല്ലാം ഭാരപ്പെട്ട് നീ ഞെട്ടലൂടെ നീ എഴുന്നേറ്റില്ല, ചാടി ഇലറി എഴുന്നേറ്റിട്ടില്ലേ? നിന്റെ നിലവിളി കേട്ട് നിന്റെ വീട്ടിനകത്ത് കിടന്നവരൊക്കെ നിന്റെ റൂമിലേക്ക് വന്ന് എന്ത് പറ്റി ചോദിച്ചിട്ടില്ലേ? എന്നിട്ട് നിനക്ക് മാനസാന്തരമില്ലാതെ, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ നീ ഇന്നും അന്ധതയിൽ കിടക്കുകയാണെങ്കിൽ, അല്ലേലിയ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന ദൂത്, നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് നീ കർത്താവായ യേശു ക്രിസ്തുവിനെ, ന്യായപ്രമാണത്തെ അത്ഭുതമായിരിക്കും യേശുവിനെ നീ കാണുന്നെങ്കിൽ, യേശുവിന്റെ ഹൃദയം വിട്ടുകൊടുക്കുന്നെങ്കിൽ, നിന്നെ ഭയപ്പെടുത്തുന്ന ചിന്തകൾ മാറി നിന്റെ ഹൃദയത്തിനകത്ത് സന്തോഷത്തെ ദൈവം തരും. സ്തോത്രം. അത് നമ്മുടെ ദൈവത്തിലേക്ക് വരണം. അല്ലേലിയ. ഞാനൊക്കെ പണ്ട് സമാധാനമില്ലാതെ ജീവിച്ച വ്യക്തിയാണ്. ഒരിക്കലും എനിക്ക് സമാധാനമില്ലായിരുന്നു. നേരം വെളുത്താൽ വെളുക്കുന്ന സമയം തൊട്ട് പോലീസുകാരെ ഭയന്ന്, അലരിയ, അതുപോലെ സ്വന്തം പോലീസുകാരെ ഭയന്ന് എപ്പോഴും ഓടി ഒളിച്ച്, പോലീസ് വണ്ടി കാണുമ്പോൾ ഓടി ചാടി നടന്നു, അവര് കുറെ ഓടിച്ച് ഞാൻ ഓടി. എന്നും വേണ്ട സമാധാനമില്ല. അതുകൂടെ എന്റെ ജീവിതത്തിന്റെ ക്രമീകരണമില്ലാത്തത്, മദ്യത്തിന് മയക്കും ലഹരിക്ക് അടിപ്പെട്ട് യാതൊരു സ്വസ്ഥതയില്ലാതെ ജീവിച്ച എന്റെ ജീവിതം. ഞാൻ വലിയ ക്രിസ്ത്യാനിയുവാ. അല്ലേലിയ. വലിയ ക്രിസ്ത്യാനിയ. പെരുന്നാളിലൊക്കെ പോകും, നേർച്ച കാഴ്ചകൾ അവിടെ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ പോകും, എല്ലാ നേർച്ചകൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോഴേക്കും എനിക്ക് സമാധാനമില്ല. അല്ലേലി. എന്നും പ്രശ്നം. അതിൻ്റെ കൂടെ രാഷ്ട്രീയത്തിന് പിന്നാലെ നടന്ന അതിന്റെ പുറകെയുള്ള പ്രശ്നങ്ങൾ വേറെ ഒന്നാ. അങ്ങനെ ഈ മദ്യപിച്ച് വെളിവിട്ട് ബോധം നഷ്ടപ്പെട്ട് വഴക്കുണ്ടാക്കി ബഹളമുണ്ടാക്കി ജീവിതത്തിൽ സമാധാനം, ദേശത്ത് സമാധാനമില്ലാതെ, കുടുംബത്തിന് സമാധാനം കൊടുക്കാതെ ജീവിച്ച ഞാൻ. അല്ലേലിയ. സ്തോത്രം. പ്രൈസ്. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജീവിതം കേട്ടോ. ഒരിക്കലും സമാധാനമില്ല. എന്നും പോലീസ് സ്റ്റേഷൻ കയറിറങ്ങി മടുത്ത് ഏകദേശം ഇരിക്കുന്ന ഒരു 9ാം ക്ലാസ്സിൽ 9ാമത്തെ വയസ്സ് തൊട്ട് പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി തുടങ്ങിയതാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം പോലീസുകാരുടെ കയ്യിൽ നിന്ന് രസയുടെ 4 ചുവരിൽ പടി മേടിച്ചത് എൻ്റെ 9ാമത്തെ വയസ്സിലാണ് വന്നത്. അപ്പോൾ 4 ചുവരിൽ പടി കൊണ്ട് 4 അടി കിട്ടി. അല്ലേലിയ. തുടർന്ന് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ മുഴുവൻ നിരന്തരമായ പോലീസ് സ്റ്റേഷനുകൾ, തുടർന്ന് കേസായി, കോടതിയായി, ജയിലുകളായി. അല്ലേലിയ. രക്തജയം. പ്രൈസ് ഓർത്ത് നോക്കി. ചെറുപ്രായത്തെ അങ്ങനെ ജീവിതം മടുത്തു. പോലീസ് സ്റ്റേഷനും കോടതിയുടെ കയറി ഇറങ്ങി നടന്ന് അധ്വാനിക്കുന്ന, കഠിനാധ്വാനം കഷ്ടപ്പെട്ട് ഈ മരമുട്ടി വലിച്ച് ചുമന്ന് കൊണ്ടുവന്ന് പൈസയെല്ലാം വണ്ടിക്കാർക്കും കോടതിക്കും വക്കീലിനും ഗുമസ്തനും ഒക്കെ കൊടുത്ത്, പോലീസിനും ഒക്കെ കൊടുത്ത് സമാധാനമില്ലാതെ ജീവിച്ച എൻ്റെ ജീവിതത്തിന്റെ സ്തോത്രം 25 വർഷം. അവിടെയാണ് അല്ലേലിയ എൻ്റെ യേശു എന്നെ സ്നേഹിച്ചത് കേട്ടോ. ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ ന്യായപ്രമാണത്തിൽ അത്ഭുതമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ട് എനിക്കൊരിക്കലും സ്വസ്ഥത എൻ്റെ ജീവിത ഇരുളായിരുന്നു. എന്നാൽ ഞാൻ 2000 അല്ലെങ്കിൽ ഒക്ടോബർ മാസം 14 കർത്താവായി യേശു ക്രിസ്തുവിന്റെ ഹൃദയം വിട്ടുകൊടുത്ത് ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവ് പിതാവായി സ്വീകരിച്ച് 2002 ജനുവരി 5 ഞാൻ മല്ലപ്പള്ളി ശിവൻപുരത്ത് സ്നാനമേറ്റ് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഇരുളുകൾ മാറി, എൻ്റെ അസമാധാനം മാറിയിട്ട് എന്ത് ചെയ്തു? എനിക്ക് സമാധാനമുണ്ടായി. അല്ലേലിയ. 119 വാക്യത്തിലേക്ക് വരുവാൻ കാണുന്നുണ്ട്. നിന്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്നവർക്ക് മഹാസമാധാനമുള്ളത്.
ന്യായപ്രമാണമുള്ള മഹാസമാധാനം. അപ്പൊ എനിക്ക് മഹാസമാധാനം എന്തുകൊണ്ടാണ് അപ്പൊ ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ എനിക്ക് കാണുവാൻ കഴിഞ്ഞുകൊണ്ട് ന്യായപ്രമാണത്തിലെ ന്യായപ്രമാണത്തിലെ അത്ഭുതമായ യേശു ക്രിസ്തുവിന്റെ സമാധാനം എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ അന്ന് ലഭിച്ചത് സമാധാനം കേട്ടോ. 2000 തൊട്ട് ഇന്ന് ഈ 2025 വരെ സമാധാനത്തിലാണ് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളിയുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ദിവസം മുമ്പോട്ട് കൊണ്ടും വളരെ ഭാരപ്പെടുന്നുണ്ട്. പക്ഷെ ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശു എന്നെ കൺമുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട്, യേശുവിനെ കാണുവാൻ വേണ്ടി എൻ്റെ ഹൃദയദൃഷ്ടി എപ്പോഴും പ്രകാശിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഇരുളുകളെല്ലാം ദൈവം മാറ്റി മാറ്റി വിടും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും എനിക്കുണ്ടാകും, എല്ലാ ദുഃഖങ്ങളും എനിക്കുണ്ടാകും. പക്ഷെ എൻ്റെ നിലനിൽപ്പ് എന്താ? ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കുന്ന യേശുവിനെ കാണുവാൻ വേണ്ടി ഞാൻ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇന്റെ പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ കുടുംബത്തിനകത്ത് മുമ്പ് ആവർത്തിച്ചൂടെ എന്തെങ്കിലും നിലവിളിയില്ലാത്ത ദിവസമുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത് മദ്യത്തിന്റെ മണമില്ലാത്ത ദിവസമുണ്ടോ? നിന്റെ കുടുംബത്തിനകത്ത് പുകയിലൂടെ മുറുക്കാന്റെ അതുകൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങളുടെ അതിന്റെ ദുർഗന്ധമില്ലാത്ത ഏതെങ്കിലും കുടുംബമുണ്ടോ? ഒന്നെങ്കിൽ ഭർത്താവ് സകല മദ്യവും ലഹരിയും അല്ല പുകവലി, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ അവിടുത്തെ സഹോദരിമാർ, ഏതെങ്കിലും അശുദ്ധമായ ദുർഗന്ധത്തിന്റെ ഭവനത്തിനകത്ത് ഓരോ ദിവസവും അതിന്റെ ദുർഗന്ധം വീശുമ്പോൾ അതിനെ നീക്കിക്കളഞ്ഞിട്ട് ന്യായപ്രമാണത്തെ അത്ഭുതമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനാളുടെ സൗരഭ്യവാസനന്റെ ജീവിതത്തിലെ കുടുംബത്തിൽ നിറയണം. നിന്റെ അശുദ്ധിയെ മാറ്റിക്കളയണം. പ്രൈസലോ ഹല്ലേലൂയ. രക്തം ചെയ്യും. നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ വെച്ചാൽ പറഞ്ഞത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ നാട് വെച്ചുചെറിയെന്ന് പറഞ്ഞ ചാത്തൻ പറയുന്ന ഒരു സ്ഥലത്താണ്. നിങ്ങൾ അവിടെയൊക്കെ അന്വേഷിച്ച് ചോദിച്ചാൽ എൻ്റെ വിവരങ്ങളൊക്കെ അവർ പറയും. ഞാൻ ഈ വ്യാജമൊന്നും പറയത്തില്ല, കള്ളമൊന്നും പറയത്തില്ല, മറ്റൊരാളുടെ സാക്ഷിയൊന്നും കോപ്പി അടിച്ച് പറയത്തില്ല. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞാൽ തീരാത്തവരുടെ സാക്ഷി കിടക്കുക. നിങ്ങൾ എൻ്റെ നാട്ടിൽ വിളിച്ച് ചോദിച്ചാൽ അവർ പറയും. ഒന്നും ഒരു മറയില്ലാതെ പറയാം അവര്. അത്ര കഷ്ടതയുടെ തിരിച്ചുകൊണ്ട് കടന്നുപോയി എൻ്റെ ജീവിതത്തെയാണ് ദൈവം പണിതെടുത്തത്. അല്ലെങ്കിൽ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതമുണ്ട്. നിന്റെ ഭവനത്തിൽ നീ അവിടെ ഇരിക്കുന്ന ആര് പൊടി തട്ടാതെ മാറാമ്പല് പിടിച്ച് വെളിതിരികത്തിൽ വെച്ച് പൂജിക്കുന്ന ഒരു പുസ്തകമുണ്ടല്ലോ, ബൈബിൾ. അല്ലെങ്കിൽ ആ ബൈബിളിനകത്ത് അല്ലെങ്കിൽ ഒരു അത്ഭുതമുണ്ട്. നീ അത് കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടു? വായിച്ചാൽ മനസ്സിലാക്കണ്ടേ. എന്നാൽ 2000 കർത്താവിനോട് ഹൃദയം വിട്ടുകൊടുത്തിട്ട് സത്യവേദ പുസ്തകം വായിച്ചപ്പോൾ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണ് തുറക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിൽ അത്ഭുതമായിരിക്കുന്ന യേശുവിനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് അത് നിനക്ക് യേശുവിനെ കാണാൻ കഴിയും. നിനക്ക് യേശുവിനെ കാണാമെന്ന് കഴിഞ്ഞ് പറഞ്ഞാൽ ചുമരിന്മേൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന യേശുവിനെ അല്ല, ആത്മാവിൽ നീ യേശുവിനെ കാണണം. ആത്മാവിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ട് നീ യേശുവിനെ കാണണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവോട് ഇഴുകിച്ചേർന്ന് എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കാൻ കാണുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളെ കണ്ട് കുരുടാക്കി. അല്ലേ? അപ്പം ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, തേജസ്സുള്ള സന്ദേശം, തേജസ്സുള്ള ഗുഡ്നസ് എന്നൊക്കെ പറയുന്ന സത്യവേദ പുസ്തകത്തിനകത്ത് യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സുവിശേഷമാണ്. അതുകൊണ്ടാണ് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം പലപ്പോഴും ഈ ലോകത്തിന്റെ ദൈവം ആരാണ്? സാത്താൻ, പിശാച്. ഈ ലോകത്തിന്റെ പ്രഭു ആരാണ്? പിശാച്. ചിലരൊക്കെ ഈ ലോകത്തിന്റെ പ്രഭുവിനെ എന്ന് പറഞ്ഞ് അവരുടെ എന്തോ വലുതാണെന്നാ പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തിന്റെ പ്രഭു എന്ന് വേദപുസ്തകം പറയുന്നത്, ലോകത്തിന്റെ ദൈവം എന്ന് വേദപുസ്തകം പറയുന്നത് സാത്താനെ കുറിച്ചാണ്. സാത്താനെ കുറിച്ചാണ് ലോകത്തിന്റെ ദൈവം, ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവപ്രതിമയായിരിക്കുന്ന ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം, എന്താണ് ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തെ സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഹല്ലേലൂയ. അത് പിശാചിന്റെ മനസ്സിനെ കുരുടാക്കിയത് കൊണ്ട് സുവിശേഷത്തിനകത്തെ അത്ഭുതമൊക്കെ കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം പലർക്കും സുവിശേഷ അത്ഭുതം കാണാൻ കഴിയത്തില്ല.
അല്ലേലിയ. പലരും പല വാങ്ങത പ്രതിവാദങ്ങളും വീരവാദങ്ങളൊക്കെ മുഴക്കും. ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എന്നോട് ഭയങ്കര വാദം യേശുവിനെ കുറിച്ചും വേദപുസ്തകത്തിനെ കുറിച്ചും. അദ്ദേഹത്തിന് ചില ബൈബിൾ വാക്യങ്ങളൊക്കെ ഇവിടുന്ന് കേട്ട് പൂർത്തീകരിക്കാൻ അറിയത്തില്ല. അപ്പോൾ അദ്ദേഹം എന്നെ അങ്ങ് കടത്തി വെട്ടി അങ്ങ് പോകുകയാണ്. എനിക്കാണെങ്കിൽ ആമേൻ അദ്ദേഹത്തോട് സംസാരിക്കണമുണ്ട് താനും എൻ്റെ അറിവിനനുസരിച്ച്, പരിശുദ്ധാത്മാവ് തന്നതിനനുസരിച്ച്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറയാൻ സമയം അദ്ദേഹം അത് പറയുന്നു ഇത് പറഞ്ഞു. ഞാൻ പറയാം, എൻ്റെ ചേട്ടൻ നിൽക്കും, എനിക്ക് ഒന്ന് രണ്ട് വാക്യങ്ങൾ പറയാൻ അവസരം എന്താ, ഞാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ സംസാരിക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തോട് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ പാസ്റ്റർ പറയാൻ പറഞ്ഞു. ഞാനിപ്പം വേദപുസ്തകത്തിനകത്ത് ചില അടിസ്ഥാനങ്ങളെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ഞാനൊന്നും വായിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വായിച്ചു നോക്ക്. അതാ പറഞ്ഞു, എനിക്ക് ആ വാട്സപ്പിൽ ആ വാക്യം അയച്ചു, ഞാൻ അയച്ചു തരാം. അല്ലേ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വാട്സപ്പിൽ വാക്കി അയച്ചും തരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പേനയെടുത്ത് ഒരു പേപ്പറും എടുത്ത്, നിങ്ങളുടെ ബൈബിൾ ഉണ്ടോ, ബൈബിൾ ഉണ്ടെങ്കിൽ ആ ബൈബിളും എടുത്ത്. അതായത് നമ്മുടെ ബൈബിളൊക്കെ എൻ്റെ വീട്ടിലുണ്ട് പാസ്, പക്ഷെ അറിയത്തില്ല. ഞാൻ പറഞ്ഞ ബൈബിൾ എടുത്ത് ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി പുസ്തകത്തിലേക്ക് കുറിച്ച്, എന്നിട്ട് നിങ്ങളൊന്ന് വായിച്ചിട്ട് കർത്താവോട് പറഞ്ഞ, കർത്താവേ, ഈ ന്യായപ്രമാണത്തിൽ ഇത്രമാത്രം അത്ഭുതങ്ങളുണ്ടെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് എൻ്റെ വീട്ടിലിരുന്നിട്ടും എനിക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഞാനൊരു പൂജാവസ്തുരെ പോലെ വെച്ച് പൂജിക്കുക, എഴുതിയ ഞാൻ അതിന്റെ മുമ്പിൽ പോയി ഇത് കുരിശ് വരയ്ക്കുക. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇതൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഇപ്പോഴായി പാസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാനത് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് സന്തോഷമായി. എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ എല്ലാ ദിവസവും, ഞാൻ എല്ലാ ദിവസവും വിളിച്ചോളാൻ പറഞ്ഞു. അല്ലേലിയ. എനിക്ക് എല്ലാ ദിവസവും സുവിശേഷം പറയാമല്ലോ. അല്ലേലിയ. സുവിശേഷം പറയാൻ വേണ്ടി എന്നെ എല്ലാവരും വിളിക്കുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേലിയ. ചായ കുടിച്ചോ, അമ്മയിലേക്ക് എന്താ കഴിച്ചത്, എന്താ കുടിച്ചെന്ന് ചോദിക്കുന്നതൊക്കെ അതൊന്നും എനിക്ക് ഇഷ്ടമില്ല. ചെല്ലൊക്കെ വിളിച്ചാൽ എന്താ കുടിച്ചത്, എന്താ കഴിച്ചത്, രാവിലെ എന്തായിരുന്നു, രാവിലെ കാപ്പിക്ക് എന്തായിരുന്നു, ചായ കുടിച്ചോ, എവിടെ പോകുന്നത്, എന്താ യാത്ര, ഇപ്പൊ എവിടെ, ഉച്ചയ്ക്ക് എന്താ, ഇതൊക്കെ ചോദിക്കുന്ന കച്ചറ വാക്കുകളൊന്നും പറയാൻ വേണ്ടി വിളിക്കരുത് കേട്ടോ. അങ്ങനെ എന്നെ ഒരുപാട് പേര് വിളിക്കുക. ഞാൻ മേലെ എന്നെ വിളിച്ചേക്കുന്നത് ന്യായപ്രമാണത്തിൽ അത്ഭുതമാണ്. സുവിശേഷത്തെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും കേൾക്കാനുണ്ടെങ്കിൽ, സുവിശേഷം എന്തെങ്കിലും നിനക്ക് അറിയണമെങ്കിൽ നീ എന്നെ അതിനുവേണ്ടി വിളിച്ചു. അല്ലെ നിനക്കൊരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ നീ അതിനുവേണ്ടി വിളിച്ചു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാതെ ചായ കുടിച്ചോ, വീടി വലിച്ചോ, കല്ലു കുടിച്ചോ, കഞ്ചാവ് പിടിച്ചോ, അല്ലെങ്കിൽ എവിടെ ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് എന്നെ വിളിക്കണ്ട. ചില ആളുകൾക്ക് പിണങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അത് നല്ല കാര്യം. ഒന്നുമില്ലെങ്കിൽ നല്ലത് ചോദിച്ചോളൂല്ലോ. പ്രൈസറോ. ചിലതൊക്കെ അറിയില്ലെന്നേ. അപ്പൊ ന്യായപ്രമാണത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാ. അല്ലെങ്കിൽ അവൻ നിനക്ക് നിത്യജീവൻ നൽകും, അവൻ നിനക്ക് നിത്യരക്ഷ നൽകും, നിത്യസന്തോഷം നൽകും, നിന്റെ കുടുംബത്തിന് ഇരുൾ മാറ്റി, ദുഃഖം മാറ്റി, രോഗത്തെ മാറ്റി, പാപത്തെ നീക്കി, നിന്റെ ശാപത്തെ നീക്കി, നിന്റെ മഹാവ്യാധിയെ നീക്കി, മരണകരമായ മുറിവുകളെ പൊറുപ്പിച്ച് അവൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അല്ലേലിയ. യേശുവാണ് അത്ഭുതം കേട്ടോ. അല്ലേലിയ. അത്ഭുതം യേശുവാ. അല്ലേലിയ. അപ്പൊ നമ്മൾ അത്ഭുതം യേശുവിൻ നാമം എന്നുള്ള പാട്ടങ്ങൾ പറയുന്നത് അല്ല, യേശുവിന്റെ നാമം തന്നെ ഒരു അത്ഭുതമാണ്. അല്ലേ, യേശുവിന്റെ നാമം പറയുന്നത് പിശാചിന് പേടിയാണ്. യേശുവിന്റെ നാമം പറയുന്നത്, യേശുവിന്റെ നാമത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ പോകാൻ സാത്താന് പേടിയാണ് യേശുവിന്റെ നാമം എന്ന് കേൾക്കുന്നത്. യേശുവിന്റെ രക്തം പറയുന്നത് ഭയങ്കര പേടിയാണ് പിശാചിന്. യേശുവിന്റെ വാക്ക് കേൾക്കുന്നതിന് പിശാചിന് പേടിയാണ്. അത്ര ശക്തിയുള്ള നാമമാണ്, അത്ര ശക്തമാണ് യേശുവിന്റെ നാമം. ന്യായപ്രമാണത്തിലെ അത്ഭുതം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ലോക സൃഷ്ടാവാണ്, ലോക രക്ഷിതാവാണ്, സകല ജനത്തിന്റെ ദൈവമാണ്, സകല ജനത്തെയും സൃഷ്ടിച്ചവനാണ്, സകല ജനത്തിന് ശ്വാസം കൊടുക്കുന്നവനാണ്. ഓരോ ദിവസവും നീ ശ്വസിക്കുന്ന വായു മുഴുവൻ, ഓക്സിജൻ മുഴുവൻ തരം യേശുവാണ്. ഈ ലോകത്തിന്റെ സകല ജനത്തിനും നിരന്തരമായി കുടിപ്പാൻ ദാഹമകറ്റം വെള്ളം കൊടുക്കുന്നവൻ അല്ലേ യേശുവ. സൂര്യന്റെ ചന്ദ്രനെ നൽകുന്നവൻ, രാവും പകലും നൽകുന്നവൻ, കഷ്ടപ്പാടുകൾ, നിന്റെ നിന്ദകൾ, ദുഃഖങ്ങൾ, നിന്റെ സങ്കടങ്ങൾ, പ്രാപ്താപ്തങ്ങളെ എല്ലാം മാറ്റി തരുന്നവൻ. ന്യായപ്രമാണത്തിലെ അത്ഭുതമായിരിക്കും യേശുവ. അതുകൊണ്ടാണ് ഈ 118 സങ്കീർത്തനം അല്ലെങ്കിൽ 119 സങ്കീർത്തനം അല്ലെങ്കിൽ ഞാൻ 18 വാക്യം, എന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങൾ കാണുവാൻ എന്റെ കണ്ണുകളെ തുറക്കണം. അല്ലെങ്കിൽ യേശുവിനെ കാണണം. അപ്പൊ ഈ ലോകത്തിന്റെ പ്രഭു പലരുടെയും മനസ്സ് കുരുടാക്കി, കണ്ണുകൾ കുരുടാക്കി. അതുകൊണ്ട് അവർക്ക് യേശുവിനെ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, കർത്താവ് അനേക കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നുവെന്ന് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ആ അനുഭവം അവരിൽ മഹത്തായ മാറ്റം വരുത്തി. മത്തായിയുടെ 9:30 വായിക്കുമ്പോൾ കാണാൻ കണ്ട് കുരുടന്മാരായിരിക്കുന്നവരുടെ അനുഭവം, കണ്ണുകൾ തുറക്കപ്പെട്ട അനുഭവം വ്യത്യസ്തമാകുന്നു. അതുപോലെ സാധാരണമായി വേദപുസ്തകം വായിക്കുന്ന അനുഭവം രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച് ദൈവസ്നേഹത്തെ നിറഞ്ഞു വായിക്കുന്നതിനുണ്ടാണ്. കുരുടന്റെ അനുഭവം അവന്റെ കണ്ണു തുറന്ന അനുഭവം.
അവൻ കുരുടനായിരുന്നപ്പോൾ ഒരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ അവൻ കണ്ണ് തുറന്ന്, യേശുവിന്റെ കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോൾ ഒരു വേറൊരു അനുഭവം കിട്ടി. അവൻ ആ മുമ്പ് കാണാതിരുന്ന പലതും എൻ്റെ കണ്ണ് തുറന്നപ്പോൾ കണ്ടു. അല്ലെങ്കിൽ അവർ കണ്ണുകൾക്ക് വെളിച്ചം വന്നു. എന്ത് പറഞ്ഞാല്, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാം പിതാമായി സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാം പിതാമായി സ്വീകരിച്ചതിന് ശേഷം പരിശുദ്ധാത്മാവിൽ വേദപുസ്തകം വായിക്കുന്നതുമായിട്ട് രണ്ട് വ്യത്യാസമാണ്. മറ്റേ നിങ്ങൾ മാനുഷ്യമായ ജഡത്തിൽ നിറഞ്ഞ് വായിക്കുന്നു. ഇവിടെ രക്ഷയിലേക്കാണ് നിങ്ങൾ ആത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ വായിക്കുമ്പോഴാണ് വേദപുസ്തകത്തിനകത്തെ രഹസ്യങ്ങളെ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾക്ക് പ്രകാശമേറിയ മനക്കണ്ണുകൾ കിട്ടുവാൻ വേണ്ടി നിങ്ങളുടെ ജഡിക കണ്ണുകൾ അല്ലെങ്കിൽ അടഞ്ഞിട്ട്, നിങ്ങളുടെ ജഡിക കണ്ണുകൾ കൊണ്ടല്ല, ആത്മീയ കണ്ണുകൾ തുറക്കണം. പുറമേയുള്ള കണ്ണ് നമുക്ക് നടക്കാനും ജീവിക്കാനും കാഴ്ച പ്രാപിക്കാനും ജോലി ചെയ്യുവാനും നമ്മുടെ കൈ ലോകത്തിന് പ്രകാശം നമുക്ക് നേരായ പാതയിലൂടെ പോകാൻ വേണ്ടി പുറമേയുള്ള കണ്ണുകൾ, ആത്മീയ കണ്ണുകൾ തുറക്കണം. പ്രൈസ്. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഉള്ളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ പൗരോഹിത്യത്തിന്റെ നൂലാമലകൾക്കകത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന ശ്രോതാവേ, ഇനിയെങ്കിലും പുറത്തു വന്ന് മാനസാന്തരപ്പെട്ട് ഹല്ലേലൂയ. ആമേൻ. ഈ ലോകത്തിന് ജീവിച്ചതിന്റെ ജീവിതം നരകത്തിന് തുല്യമായി അവസാനത്തിന് മരണത്തോടുകൂടി നീ നിത്യമായി നരകത്തിലേക്ക് പോകാതെ നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ന്യായപ്രമാണത്തിൽ അത്ഭുതമായിരിക്കും യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവിധമായി സ്വീകരിച്ച് നിത്യജീവന് വേണ്ടി നീ ഇതിനെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് നിനക്ക് നിത്യത്തിലെത്താൻ കഴിയുള്ളൂ. എല്ലാവരും പറയുന്നത് മരിച്ചാലങ്ങ് സ്വർഗത്തിൽ ചെല്ലുമെന്ന്. ഒരിക്കലും ചെല്ലത്തില്ല. നമ്മൾ ഈ മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, പല ക്രൈസ്തവ കുടുംബത്തിന് മരണ വീട്ടിൽ ചെല്ലുമ്പോൾ, ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്ത നീതിയുടെ കിരീടം എനിക്ക് വെച്ച് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളെ അവിടെ ഫ്ലെക്സായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഭൂമി ജീവിച്ചും കള്ളു കുടിച്ചും തേർ പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കി നാട്ടിൽ വഴക്കുണ്ടെങ്കിൽ മദ്യവും മയക്ക ലഹരി എല്ലാം അടിച്ച് വളരെ പ്രശ്നം, സഭയ്ക്ക് വിരോധമായി ദൈവദാസന്മാർക്ക് വിരുദ്ധമായി ദൈവസഭയെ ചീത്ത വിളിച്ച് വീട്ടിൽ വന്ന ബന്ധക്കോസരെ അടിച്ചു പിടിച്ച് അവന്റെ മുഖത്ത് ചാണകവെള്ളം തളിച്ച് അവനെ വിരട്ടി പിടിച്ച് അവരുടെ കയ്യിലെ പുസ്തകങ്ങൾ വലിച്ചു കീറിക്കളും ട്രാക്ടർ വലിച്ചു കീറി കഴിഞ്ഞാൽ ഒരു ആമെ ഭൂമിയിൽ വലിയ സുഖലോലുപനായി ജീവിച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ എഴുതി വെക്കുക, ഞാൻ നല്ല ഒരു തോട്ടം തികച്ചു വിശ്വാസം കാത്തു. അമ്മയെ അടിച്ചു, അപ്പനെ അടിച്ചു, മക്കളെ അടിച്ചും ഭാര്യ അടിച്ചും അയൽവാസി അടിച്ചും സഭയ്ക്ക് തടി നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിലെ അമ്മയ്ക്ക് കാസർഗോഡ് വയനാട് കണ്ടില്ലേ, സ്വന്തം മകൻ അമ്മയെ അമ്മയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തി കൊന്നിട്ട് കുറ്റിക്കാട്ടി തള്ളിയെന്ന്. എന്നിട്ട് ഇവനൊക്കെ മരിച്ചു കഴിയുമ്പോൾ ഇവന്റെയൊക്കെ തലയ്ക്ക് എഴുതി വെക്കും, ഞാൻ നല്ല ഒരു ഓട്ടം തികച്ചും വിശ്വാസം കാത്തി നീതിയുടെ കൈയിട എനിക്കാ വെച്ചിരിക്കുന്നത്. പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും കൊള്ളപ്പലിശ മേടിച്ചും വ്യഭിചാരം ചെയ്തും ബലാത്സംഗം ചെയ്തും കുട്ടികളെ പീഡിപ്പിച്ചും എന്ന് വേണ്ട സാധനം ചെയ്തും സഭയ്ക്കകത്തും കൈയിട്ട് വാരി സഭയുടെ സ്വത്രകാഴ്ചയിൽ വലിച്ചു വാരി എടുത്തിട്ട് വിദേശത്ത് പോയി കള്ളം പറഞ്ഞ് വ്യാജം പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് കൊണ്ടിട്ടും അതിന്റെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പറയും, അവൻ മരിച്ചു കഴിയും പറയും നല്ല ഒരു ഓട്ടം തികച്ച് വിശ്വാസം കാത്തുന്നത്. എന്ത് നിനക്കൊന്നും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല കേട്ടോ. മലേറിയ. നീ ദൈവരാജ്യത്തിൽ ചേരണമെങ്കിൽ നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ ന്യായപ്രമാണത്തിലെ അത്ഭുതം യേശുക്രിസ്തു നൽകുന്ന നിത്യരക്ഷ, നിത്യജീവൻ, നിത്യസന്തോഷം, നിത്യസമാധാനം, ആമീൻ, നിനക്ക് തന്നെ പ്രത്യാശ, വിശുദ്ധി, ഇതെല്ലാം അത്ഭുതങ്ങളാണ്. അപ്പൊ യേശുവിടെ അല്ലാതെ എല്ലാവർക്കും സ്വർഗത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. പിന്നെ മരിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് വിളിച്ചു പറയാം, അത് സ്വാഭാവിക ലോകത്ത് നടക്കുന്നതാണ്. അങ്ങനെ ചുമ്മാതെ വിളിച്ചു പറയരുത്. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ യേശു നടന്നു. എന്നാൽ അവർ അവനെ അറിഞ്ഞില്ല, ഏതോ ഒരു വഴിപോക്കനെന്ന് മാത്രം കരുതി. എന്നാൽ അവരുടെ ആത്മീയ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ തീ കത്തിയ അനുഭവമായിരുന്നു. ദൈവത്തെ അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഹല്ലേലൂയ. ദിവസത്തിലെ വിഷയമായിട്ട് ചേർന്ന് യേശു നടന്നു. അപ്പം അവരിങ്ങനെ വഴിയിൽ യേശുവിന് സംഭവിച്ചതിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടുപോവുക. ഹല്ലേലൂയ. പക്ഷെ അവരുടെ കൂടെ നടക്കുന്ന യേശു വന്നിട്ടില്ല. പക്ഷെ അവരുടെ കണ്ണുകൾ തുറന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, മന്ദബുദ്ധികൾ എന്ന് യേശു വിളിക്കുന്നത് ഹല്ലേലൂയ, അവരുടെ കണ്ണുകൾ തുറന്നപ്പോൾ ഇത് അവരോടൊപ്പം നടക്കുന്ന യേശുവാണെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എന്ന് ഏലിശയുടെ ദാസൻ ചെടിയ കണ്ണുകളാൽ അരാം രാജാവിന്റെ സൈനികരെ കണ്ടു വിഷമിച്ചു. അപ്പോൾ ഏലിശ പ്രാർത്ഥിച്ച്, യഹോവ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്നു. ഏലിശയുടെ ചുറ്റും അതിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ടും മല നിറഞ്ഞിരിക്കുന്നവൻ കണ്ടുവന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 6-17 വാക്യം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ അരാം രാജാവിന്റെ വലിയൊരു സൈന്യം. ഹല്ലേലൂയ. ഏലിശയുടെ ദാസനെ കൂടെ വളഞ്ഞിരിക്കുക. അവരുടെ നടുവിൽ നിന്ന് എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ അല്ലെങ്കിൽ കഴിയാത്ത വിധത്തിൽ അരാം രാജാവിന്റെ സൈന്യത്തെ കണ്ട് ഏലിശയുടെ അല്ലെങ്കിൽ ദാസൻ ബാലിക്കാരൻ ക്ഷീണിച്ചു പോയി.
ലേരിയ. അപ്പൊ ഈ ബാലിക്കാരൻ എലിശായി വിളിച്ചു, യജമാന്റെ കണ്ണു തുറന്നാട്ടെ, യജമാന്റെ ഇത് കേട്ടിട്ട് കണ്ടു, വരാൻ രാജാവിന്റെ സൈന്യം നമുക്ക് ചുറ്റും പാളയം ഇരിക്കുക, നമ്മൾ എവിടെ പോകും, എങ്ങനെ കൂടി രക്ഷപ്പെടും, അവർ നമ്മളെ കൊല്ലും. അല്ലേരിയ, എന്താ വഴി? അവനങ്ങ് വിറയ്ക്കാൻ തുടങ്ങി കാണും, വേറെയിൽ ഭയം പിടിച്ച് കാണും, ലേരി തുള്ളപ്പനിയൊക്കെ വന്ന് കാണും. പക്ഷെ നമ്മുടെ ഏലീശ ചെയ്തത് എന്താണ്? യഹോവ ഇവൻ കാണത്തക്കൊണ്ട് ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞ് ഏലീശ പ്രാർത്ഥിക്കുന്നത്. യഹോവ ബാലിക്കാരന്റെ കണ്ണ് തുറന്നപ്പോൾ ഏലീശയ്ക്ക് ചുറ്റും മലരിയ അരാം സൈന്യത്തെക്കാൾ, അരാം സൈന്യങ്ങൾ പാടിതിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങായി ദൈവത്തിന്റെ ദൂതന്മാർ ഏലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളെ കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് ഏലീശയുടെ ബാലിക്കാരൻ കണ്ടു. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി ഏലീശ പ്രാർത്ഥി ബാലിക്കാരന്റെ കണ്ണ് തുറന്നു. പ്രൈസലോട് അല്ലേറിയ. അത് നിന്റെ കണ്ണ് തുറക്കണമെങ്കിൽ നീ ഏതെങ്കിലും ഒരു ദൈവസഭയിൽ പോയി ദൈവദാസന്റെ സങ്കടങ്ങൾ പറഞ്ഞ്, ദുഃഖങ്ങൾ പറഞ്ഞ്, നിന്റെ വേദന വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏലീശ പ്രാർത്ഥിച്ചതുപോലെ ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഏലീശയുടെ ബാലിക്കാരന്റെ കണ്ണ് തുറന്നതുപോലെ നിന്റെ ആത്മീയ കണ്ണുകൾ തുറന്ന് നിനക്ക് ചുറ്റും നിൽക്കുന്ന വലിയ ദൈവിക സൈന്യത്തെ കാണാൻ കഴിയും. ഏലീശ പറഞ്ഞു, അവരിൽ നമ്മളിലുള്ളവൻ അവരിലുള്ളക്കാൾ വലിയവനാണെന്ന്. അത് സ്നേഹിത, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കണം. വലിയ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചുറ്റും വെച്ചിരിക്കുന്ന അഗ്നിരഥങ്ങളെയും കുതിരകളെയും നിങ്ങൾ കാണും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അല്ല ചെയ്യുന്ന വലിയ സംരക്ഷണത്തെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സകല ഭയവും നിങ്ങൾ നകർന്നു പോകും. ഭൂലോകരോട് കൂടെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ ഭയത്തിന്റെ അനുഭവത്തിലാണ്. യേശുവിനോട് കൂടി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ സഹോദരൻ നിങ്ങൾ സന്തോഷത്തിലാണ്. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പകൽ ഭാരപ്പെട്ട് മനംകരയ്ക്ക് ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന സ്നേഹിത, ന്യായപ്രമാണം അത്ഭുതമായിരിക്കും. യേശുവിനെ കാണുവാൻ വേണ്ടി നിന്റെ കണ്ണുകൾ തുറക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിമിഷം നിന്റെ ശാപം മാറി, കുടുംബത്തിന്റെ കെട്ടുകൾ ബന്ധന ഒഴിഞ്ഞ് നീ കടന്നു ഇരുള് മാറി നിന്റെ ജീവിതത്തിൽ വെളിച്ചം വീശ. വെളിച്ചത്തോടൊപ്പം നീ സകലം വെളിച്ചം നിന്റെ കുടുംബത്തിൽ വരുമ്പോൾ, ഇരുളുള്ള മുറിക്കകത്ത് വെളിച്ചം വരുമ്പോൾ സകലം പ്രകാശിച്ച് ഇരുള് മാറിപ്പോകുന്ന പോലെ ന്യായപ്രമാണം അത്ഭുതമായി യേശു നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിലെ സകല കഷ്ടങ്ങളും മാറും, ഇരുൾ മാറി നിന്നെ അനുഗ്രഹിക്കും. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറ എണ്ണത്തിൽപ്പെടാത്തവർ, അന്യസ്ഥാനത്തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടി ജനത്തിനായി കർത്താവ് അനുരിയ തലമുറ എണ്ണത്തിൽ ലോകരാജ്യം 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞാൻ രാജ്യത്തിന്റെ ഭരണാധികാരികളെ ഓർക്കുന്നു, ലോകരാജ്യ ഭരണാധികാരികളോട് പ്രാർത്ഥിക്കുന്നു. ആമേ ദൈവ കർത്താവ് ക്രമസമാധാനം അതെല്ലാം നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വലിയൊരു ചെറിയ പ്രാർത്ഥിക്കും. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിയിലോട്ട് ഒട്ടായിരത്തി വരെ പാർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടിരിക്കുന്ന ശൈശവത്തിൽ മാനി കൗമാരി യൗവനത്തിൽ വാർദ്ധക്യത്തിൽ അനുഗ്രഹത്തിൽ അസമ യാച ഓഫിന് ചോട്ട തടവറയിലായിരിക്കുന്ന സകല ജനത്തിന് കർത്താവ് കണ്ണുകൾ തുറക്കണമെങ്കിൽ ആത്മീയ കണ്ണുകൾ തുറന്ന് ന്യായപ്രമാണത്തിൽ അത്ഭുതമായി യേശുവിനെ കാണുവാൻ, കർത്താവ് ജീവിതത്തിന്റെ ഇരുളടഞ്ഞ അനുഭവത്തിൽ മാറ്റം കൊടുക്കുവാൻ, അന്ധകാരം മാറുവാൻ, പാപത്തിന്റെ ശാപത്തിന്റെ ഊറോത്തത് മാത്രത്തിന് ശുദ്ധത്തിന് അവിചാര കാമിയ ഭയങ്കര സാത്താന്റെ കയ്യിൽ നിന്ന് ഈ ജനം വിടിവിക്കപ്പെട്ട് ക്രിസ്തുവിൽ സ്വതന്ത്രമായി തീരുവാൻ ഈ ജനത്തിന് കണ്ണുകൾ തുറക്കട്ടില്ല. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് മടങ്ങി വരട്ടെ. മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിപ്പെട്ട് കിടന്ന് ലോകത്തിലെ ചൂതാട്ട ജനിക്കുക വ്യഭിചാര അശുദ്ധി ദുഷ്കാമങ്ങളിൽ വീട് കിടക്കുന്ന കൊള്ളയ്ക്കും കൊള്ളപ്പരിശയും വർഗീയ രകപ്പെട്ട് കർത്താവ് രാജ്യങ്ങൾ തമ്മിൽ അസമാധാനം ഉണ്ടാകുന്ന സകല സാത്താന്റെ കയ്യിൽ ജനം വിടിവിക്കപ്പെടുവാൻ ഈ ജനത്തിന് ആത്മികൾ തുറക്കണ്ണായി യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവെ. ശൈശവത്തിൽ ബാല്യ കൗമാരി യൗവനത്തിൽ ചോട്ടയിൽ തടവറയായിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവയുടെ കണ്ണുകൾ തുറക്കണമേ. പണവും പ്രതാപവും ഈ ലോകത്തെ സ്ഥാനമാനങ്ങളും അല്ല ഏറ്റവും വലുത്. ന്യായപ്രമാണത്തിൽ അത്ഭുതമായി യേശുവാണ് ഏറ്റവും വലുത്. രക്ഷയ്ക്ക് നൽകാമേ ആകാരമായിരിക്കുന്ന സകല ജനത്തെ സ്നേഹിക്കുന്നവൻ, സകല രക്ഷ കൊടുക്കുന്ന യേശുവിനുള്ള സമാധാനം ജനം പ്രാപിപ്പാണ്ടിയാകണമേ. ശാപങ്ങളും പാപങ്ങളും മാറി കുടുംബത്തിൽ സ്വസ്ഥത സന്തോഷ സമാധാനം ഉണ്ടാകട്ടെ. കണ്ണുനീര് തലയിലൂടെ കടന്നു പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. ഇതുപോലെ അവിടെ യേശുവെ അവിടുന്ന് വിടിവിക്കണമേ. അതിന്റെ കർത്താവ് യേശോട്ടം വ്യർത്ഥമായിടെ കണ്ണ് തുറന്നതുപോലെ ചിലരുടെ ആത്മീയ കണ്ണ് തുറക്കുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്. സകല മകത്ത് കൊടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ.